അസ്സലാമു അലൈക്കും. നാട്ടിൽ ചൂടൊക്കെ കൂടി കൊറോണയുടെ ഭീതിയും എല്ലാം കൂടെ ഇരിക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും തണുപ്പിക്കുന്ന നല്ല അടിപൊളി ഒരു ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്ട്രോബെറി ഷേക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 200 ഗ്രാം സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു പാക്കിലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം നന്നായി ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതിലെ ഈ ഇലഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. വലുതുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ 2 ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഗ്ലാസിൻ്റെ മീതെ വെക്കാനാണ് കേട്ടോ അത്. ഇപ്പോൾ ബ്ലെൻഡറിലേക്ക് നമുക്ക് സ്ട്രോബെറി എല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു പാക്കറ്റ് പാലാണ്. ഇത് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ശരിക്കും ഐസ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ല പോലെ തണുപ്പിച്ച പാലാണെങ്കിൽ നമ്മുടെ ഷേക്ക് നല്ല രീതിയിൽ പതഞ്ഞ് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിനുശേഷം ഈ പാലിൽ കുറച്ച് ചേർത്തിട്ട് സ്ട്രോബെറി ബ്ലെൻഡ് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ആവശ്യത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് പാലും നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിലൊരു ഇത്തിരി മധുരം കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഷേക്കിന് ഉണ്ടാവുക. നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. അങ്ങനെ എല്ലാം കൂടെ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്ത് നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ജ്യൂസ് ബോട്ടിലിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് സ്ട്രോബെറി ക്രഷാണിത്. ഇത് വെച്ച് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് അതൊരു നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി അവിടെ ആയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി ക്രഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്ട്രോബെറി ഷേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ സ്ട്രോബെറി ക്രഷ് ഒന്നും ഒട്ടും നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ. അതല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഷേക്കിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ ചൂട് കാലത്ത് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് തരുന്ന ഷേക്ക് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. സ്ട്രോബെറി ഫ്ലേവർ എന്ന് വെച്ചാൽ കുട്ടികളുടെ ജീവനാണ്, എല്ലാവർക്കും അറിയാലോ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ട്രോബെറി ഷേക്ക്. അപ്പോൾ നമുക്ക് ദാഹവും വിശപ്പൊക്കെ ഉള്ള സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എനർജറ്റിക് ഫീലിംഗ് തന്നെ, നല്ലൊരു റിഫ്രഷ്മെൻറ്റ് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. ഓക്കെ, താങ്ക് യു.